പി വി അൻവർ എംഎൽഎയുടെ വിവാദ വാട്ടർ തീം പാർക്കിന് അനുകൂലമായ നിലപാടെടുത്ത കോഴിക്കോട് കൂടരഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് സോളി ജോസഫിനെ മാറ്റാൻ അണിയറയിൽ തിരക്കിട്ട് നീക്കം. പാർക്കിന് ലൈസൻസ് നൽകിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വഴിവിട്ട രീതിയിലാണ് ചെയ്തതെന്ന് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് സോളി ജോസഫിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ DCCയുടെ നീക്കം. കേരള കോൺഗ്രസ് എംഎൽഎ മേരി തങ്കച്ചനാകും പ്രസിഡന്റാവുക. എസ് വിനേഷ് കുമാർ ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. വിനേഷ്, നേരത്തെ DC പ്രസിഡന്റുമാർ അടക്കം പ്രതികരിച്ചപ്പോൾ ഈ വിഷയത്തിൽ DCCയുടെ നിലപാടിന് വിരുദ്ധമായാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നടപടികൾ സ്വീകരിക്കുന്നത്. പാർക്കിന് അനുകൂലമായ പല കാര്യങ്ങളും പ്രസിഡന്റ് ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന വിമർശനം ഉന്നയിച്ചിരുന്നു. പാർട്ടിക്കുള്ളിൽ വ്യാപകമായി ഉണ്ടായ ഈ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നീക്കം? രഞ്ജിത്ത്, തീർച്ചയായും ഇപ്പോൾ തിരക്കിട്ട നീക്കം നടത്തുന്നതിന്റെ പിന്നിൽ ഇത് തന്നെയാണ്. നിരവധി ആരോപണങ്ങൾ വന്നിരിക്കുന്നു. കാരണം ഭരണപക്ഷത്തുള്ള MLA UDF ഭരണസമിതി തന്നെ കൈയയച്ച് സഹായിക്കുന്നു. ഇതിന് ചുക്കാൻ പിടിക്കുന്നത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റായ സോളി ജോസഫ് ആണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഇതിൽ അവർക്ക് പ്രാദേശിക പിന്തുണയുണ്ട് എന്നുള്ളതാണ് DCCയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിനയായിരിക്കുന്നത്. കാരണം DCC മുമ്പേ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മാസം 30-ന് അകം ലൈസൻസ് തീരും. ഈ മാസം 30-ന് ലൈസൻസ് തീരും. ഇത് പുതുക്കി നൽകേണ്ടെന്ന് DCC അറിയിച്ചെങ്കിൽ പോലും ഇതുപോലും അവർ ചെവിക്കൊണ്ടില്ല. അത് ഭരണസമിതി യോഗം ചേർന്നതിന് ശേഷമായിരിക്കും തീരുമാനിക്കുക എന്ന് പറഞ്ഞു ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മണ്ഡലം കമ്മിറ്റി വിളിച്ചിരുന്നു. മണ്ഡലം പ്രസിഡന്റുമാരെല്ലാം തന്നെ കോഴിക്കോട് എത്തിയിരുന്നു. ഈ മണ്ഡലം പ്രസിഡന്റുമാരുടെ യോഗത്തിൽ പ്രധാനമായും സോളി ജോസഫിനെ മാറ്റണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം മുമ്പ് കേരള കോൺഗ്രസുമായി ധാരണയുണ്ടായിരുന്നു. പ്രസിഡന്റ് സ്ഥാനം 2.5 വർഷം കഴിഞ്ഞാൽ അവർക്ക് നൽകാമെന്ന്. അതിനിടെ മാണി UDF വിടുകയും ചെയ്തിരുന്നു. അതോടെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിരുന്നു. പക്ഷേ മാണി തിരിച്ചു വന്നെങ്കിൽ പോലും ഇപ്പോൾ ഇങ്ങനെ ആ ഒരു ധാരണ നിലനിൽക്കുന്നില്ലെങ്കിൽ പോലും തിരിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണി അല്ലെങ്കിൽ വലിയൊരു രീതിയിൽ തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നുള്ള കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് തിരിച്ചു കൊടുക്കുക. മേരി തങ്കച്ചൻ, അങ്ങനെയാണെങ്കിൽ മേരി തങ്കച്ചനായിരിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ആവുക എന്നുള്ളതാണ് നമുക്ക് കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം. അതല്ലെങ്കിൽ ഈ പ്രസിഡന്റ് സ്ഥാനം കേരള കോൺഗ്രസ് എം ഏറ്റെടുത്തില്ലെങ്കിൽ പോലും സോളി ജോസഫിനെ മാറ്റണമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇത് തന്നെയാണ് DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. രഞ്ജിത്ത്, ദിനേശൊപ്പം ഈ അൻവർ MLAയുടെ പാർക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരം റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ, ദൃശ്യങ്ങളൊക്കെ ഏറെ ശ്രദ്ധേയമായിരുന്നു, ചർച്ചാ വിഷയമായിരുന്നു. ഇതിനെ തുടർന്ന് കോൺഗ്രസ് ചില പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്തിരുന്നു. അതിന്റെ ഗതി എന്തായി? എന്തെങ്കിലും പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പാർക്ക് അടച്ചുപൂട്ടും വരെ സമരം തുടരുമെന്ന DC പ്രസിഡന്റിന്റെ വാക്ക്, അത് ഇപ്പോൾ എത്രത്തോളം യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുന്നുണ്ട്? രഞ്ജിത്ത്, അക്കാര്യം അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തിയതിനപ്പുറത്തേക്ക് യാതൊരു മൂവ്മെന്റ്സും ഇതുവരെയും ഉണ്ടായിട്ടില്ല കോൺഗ്രസിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം അൻവറിന് പ്രാദേശിക പിന്തുണയുണ്ട്. കോൺഗ്രസ് നേതാക്കളുടെ ചില ആളുകളുടെ പിന്തുണ നമുക്കറിയാം. കഴിഞ്ഞ അൻവറിനെതിരെയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അൻവറിന്റെ പാർക്കിന്റെ നിയമലംഘനങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നപ്പോൾ തുടക്കത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ശരിക്കും മൗനത്തിലായിരുന്നു. കാരണം ഒരു രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. തുടർച്ചയായി മാധ്യമങ്ങൾ ഈ വാർത്ത വീണ്ടും പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമായിരുന്നു രാപ്പകൽ സമരം ഉൾപ്പെടെയുള്ളത് നടത്തിയത്. എന്നാൽ അത് രാപ്പൽ സമരമാകാതെ ധർണയായി വെട്ടിച്ചുരുക്കുകയും ചെയ്തു. രമേശ് ചെന്നിത്തല കോഴിക്കോട് എത്തിയിട്ടും അദ്ദേഹത്തിന്റെ പാർക്ക് സന്ദർശിക്കുകയോ പ്രദേശം സന്ദർശിക്കുകയോ അതുപോലെ തന്നെ അനധികൃത തടയണ സന്ദർശിക്കാനോ പോലും തയ്യാറായില്ല. അത് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴും പുള്ളി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നൊരു സമീപനമാണ്. എന്നാൽ കോഴിക്കോട് DCCയിൽ ഒരു വിഭാഗം ആളുകൾക്ക് അൻവറിനെതിരെ ശക്തമായ നിലപാടെടുക്കണം എന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ കൂടരഞ്ഞി പഞ്ചായത്തിലെ 14 അംഗങ്ങളാണുള്ളത്. ഈ 14 അംഗങ്ങളും അൻവറിനൊപ്പം ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കുകയാണ്. കാരണം അവിടെ കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ CPM എന്നോ മുസ്ലിം ലീഗ് എന്നോ കേരള കോൺഗ്രസ് എം എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും അൻവറിനൊപ്പം നിൽക്കുന്ന ഒരു സമീപനമാണുള്ളത്. നമുക്കറിയാം, കൂടരഞ്ഞി പഞ്ചായത്ത് സാധാരണ നിലയിൽ ഈ അൻവറിന് അനുകൂലമായ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അല്ലെങ്കിൽ പഞ്ചായത്ത് ഇത്തരത്തിൽ ലൈസൻസ് കൊടുത്തപ്പോൾ പോലും പ്രതിപക്ഷമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളോ അല്ലെങ്കിൽ ഈ ഭരണസമിതി അംഗങ്ങളിൽ ഒരാൾ പോലും ഇതിൽ ശബ്ദമുയർത്തിയില്ല അല്ലെങ്കിൽ ചോദ്യം ചെയ്തില്ല എന്നുള്ളതാണ്. കാരണം എല്ലാവരും പൂർണ്ണമായും അൻവറിനെ പിന്തുണയ്ക്കുകയാണ്. അൻവറിന് പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും പിന്തുണ ഒരേ സമയം ലഭിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഈ കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ കോഴിക്കോട് DCCയെ കുഴയ്ക്കുന്നതും അതുതന്നെയാണ്. കാരണം പ്രാദേശിക പിന്തുണയുണ്ട്. ഈ പ്രദേശത്തുള്ള ആളുകൾക്കെല്ലാം കോൺഗ്രസ് എന്നോ CPM എന്നോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി എന്നോ നോക്കാതെ എല്ലാവർക്കും ഒരു വീട്ടിൽ നിന്ന് ഒരാൾക്ക് ജോലി എന്നുള്ള രീതിയിൽ അവിടെ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലാണ് പ്രാദേശിക തലത്തിൽ ഇതൊരു വികസനമാണ്, വികസനം മുടക്കാനുള്ളൊരു നീക്കമാണ് നടക്കുന്നത് ഉൾപ്പെടെയുള്ള രീതിയിൽ ആളുകൾക്കിടയിൽ പ്രചരണം നടത്തുകയും അതിൽ കൂടെ തന്നെ ആളുകളുടെ പ്രാദേശിക ജനതയുടെ പിന്തുണ ആർജിച്ചെടുക്കുകയുമാണ് PV അൻവർ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും അവർക്കെതിരെ എങ്ങനെ നീങ്ങും എന്നുള്ളൊരു ആശയക്കുഴപ്പം DCCക്ക് അകത്തുമുണ്ട്. എന്നാൽ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഉറച്ച നിലപാട് തന്നെയാണുള്ളതെന്നാണ് DCC പ്രസിഡന്റ് T സിദ്ദിഖും പറയുന്നത്.
രഞ്ജിത്ത്. പി വി അൻവർ MLAയുടെ വിവാദ വാട്ടർ തീം പാർക്കിന് അനുകൂലമായി നിലപാടെടുത്ത കോഴിക്കോട് കൂടരഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് സോളി ജോസഫിനെ UDF മാറ്റിയേക്കും. കോൺഗ്രസിൽ ഇതിനുള്ള തിടുക്കപ്പെട്ട നീക്കങ്ങൾ നടക്കുന്നു. പാർക്കിന് ലൈസൻസ് നൽകിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വഴിവിട്ട രീതിയിലാണ് പഞ്ചായത്ത് ചെയ്തത് എന്ന രീതിയിൽ ആക്ഷേപം ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ News 18 പുറത്തുവിടുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് സോളി ജോസഫിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ DCC നീക്കം നടത്തുന്നത്. കേരള കോൺഗ്രസ് എമ്മിന് ഒരുപക്ഷെ പ്രസിഡന്റ് സ്ഥാനം കൈമാറിയേക്കും എന്നും അറിയുന്നു. അല്ലെങ്കിൽ കോൺഗ്രസിലെ മറ്റേതെങ്കിലും വ്യക്തിയെ പ്രസിഡന്റായി നിയമിക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. പാർക്കിന് ലൈസൻസ് നൽകിയതിൽ ഉൾപ്പെടെ അതിനുശേഷം ക്രമക്കേടുകൾ പുറത്തു വന്നിട്ടും ഈ ലൈസൻസ് റദ്ദാക്കാനോ മറ്റു നടപടികളിലേക്ക് കാര്യക്ഷമമായി കടക്കാനോ പഞ്ചായത്ത് ശ്രമിച്ചില്ല എന്ന ആരോപണമുണ്ട്. PV അൻവർ MLAക്ക് അനുകൂലമായി ഇപ്പോഴും പാർക്ക് ഈ പഞ്ചായത്ത് നിൽക്കുന്നു എന്ന ഒരാക്ഷേപവും വ്യാപകമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. MS വിനേഷ് കുമാറാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.